പേരൂർക്കടയിൽ നിന്നാണ് ക്രെയിനിൽ ഉയർത്തിയുള്ള കുട്ടിക്കലാശം. അമലേ, ഇപ്പോൾ വമ്പൻ സെറ്റപ്പിലാണല്ലോ കുട്ടിക്കലാശം. പേരൂർക്കടയിൽ നിന്നും 2 ഫ്രെയിമുകൾ നമുക്ക് വരുന്നുണ്ട്. അതിലൊന്ന് ആകാശത്തേക്ക് ആവേശം തീ പോലെ പാറുന്നു. തീ പോലെ എന്നല്ല, തീ തന്നെ പാറുന്നു. അവിടെ തീയൊക്കെ ഉപയോഗിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ആവേശങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് കാണുമ്പോൾ അങ്ങ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന BJP സ്ഥാനാർത്ഥികളെ കാണാം. സാധാരണ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ ക്രെയിനൊക്കെ വെച്ചുള്ള കൊട്ടിക്കലാശ ആവേശം ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തവണ അതുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്കുള്ള പോരാട്ടം നയിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥികൾ ആകാശത്തേക്ക് നിന്ന് താമര ചിഹ്നമുള്ള കൊടികൾ വീശുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഏറ്റവും ആവേശത്തില കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുന്ന സ്ഥലമായി പേരൂർക്കട എല്ലാ തവണയും മാറാറുണ്ട്. ഇത്തവണയും അതിന് തനിയാവർത്തനം ഉണ്ടാകുന്നു. ഈ ഉയരത്തിലേക്ക് എത്താൻ, ഈ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ ഈ കൊടി ഉയർന്നു നിന്ന് വീശാൻ BJPക്കാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ 3 മുന്നണികളും നേരിടുന്നുണ്ട്. താരതമ്യേന കുറച്ചെങ്കിലും പ്രതിസന്ധി പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനെങ്കിലും ആദ്യഘട്ടത്തിൽ കഴിഞ്ഞത് കോൺഗ്രസിനെ ആരെയെങ്കിൽ പിന്നീട് വിമത ശല്യം കോൺഗ്രസിനെയും നേരിട്ടു. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടായി. വിമതരായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടായി. ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് അടക്കം മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അതിന് സമാനമായി തന്നെ BJPയും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ തവണ 35 എന്ന് പറയുന്ന ഒരു മികച്ച നേട്ടം കൈവരിച്ചിട്ടും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് 35 എന്നുള്ള നിലയിലേക്ക്, മാന്യമായൊരു നിലയിലേക്ക് UDFനെയും മറികടന്നെത്തിയിട്ട് പോലും ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല എങ്കിലും അതിശക്തമായ പോരാട്ടമായിരുന്നു കോർപ്പറേഷനകത്തും പുറത്തും BJP നയിച്ചിരുന്നത്. പല വിഷയങ്ങൾ, ഈ കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നിരുന്ന വിഷയങ്ങൾ, അതങ്ങ് കത്ത് വിവാദം മുതൽ മേയർ ആര്യ രാജേന്ദ്രൻ ബ്രിട്ടനിൽ പോയി പുരസ്കാരം വാങ്ങിയതടക്കമുള്ള വിവാദങ്ങൾ, ഈ വിവാദങ്ങളിലെല്ലാം അതിശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കോർപ്പറേഷന്റെ നിയന്ത്രണം പലപ്പോഴും BJP പ്രതിഷേധത്തിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള BJPക്ക് ഇടുത്തി പോലെ വന്ന് വീണതാണ് 2 വിവാദങ്ങൾ. തിരുമല അനിലിന്റെ മരണവും അതിനുശേഷം ആനന്ദ് കെ തമ്പിയുടെ മരണവും BJPക്ക് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അത് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ തിരുമല, തൃക്കണ്ണാപുരം അടക്കമുള്ള, നേമം അടക്കമുള്ള മേഖലകളിൽ അവർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ആ പ്രതിസന്ധിയൊക്കെ മറികടന്നും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. അതിനാൽ തന്നെ ശരി അമൽ, ഞാൻ എന്തായാലും പേരൂർക്കടയിലെ കാഴ്ചകളിലേക്ക് തിരികെ വരാം.